പായസം ഉണ്ട്, ബീഫ് കറി ഉണ്ട്, പഴംപൊരി ഉണ്ട്, പിന്നെ ചെറു കടികളുണ്ട്. 10 പൊതിയായിട്ട് വന്നു, പിന്നെ വീഡിയോക്ക് ശേഷം 70 പൊതിയായി. അപ്പൊ ഇപ്പൊ 80 പൊതിയോളൊക്കെ പോകും. ഹൈലൈറ്റ് സാധനം എന്ന് പറയുമ്പോൾ പായസമാണ് കേട്ടോ. അടപ്രഥമനാണ്. ഒരു ഗ്ലാസ് 30 രൂപ കേട്ടോ. 30 രൂപ ഇത്ര ഉണ്ട്. ചെറിയ വണ്ടിക്കകത്തുള്ള കച്ചവടമാണ്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിയാണ് കേട്ടോ. ഇവരെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണുന്നവർക്ക് പരിചിതമാകാം അല്ലേ ചേച്ചിമാരെ? ഞാൻ ഈ മൈക്കൊന്ന് കൊടുക്കാവേ. ഇവിടോട്ട് ചെറിയൊരു മാടക്കട എടുത്ത് അന്ന് അവിടെ ഊണായിരുന്നു. ഇപ്പൊ ഊണില്ല, പായസം, ബീഫ് കറി. നമ്മൾ അന്ന് വരുമ്പോഴെന്ന് പറയുമ്പം റോഡരികിൽ യാദൃശ്യമായിട്ട് കണ്ടതാണ് ഇവരെ. അന്ന് ചേച്ചിയും രണ്ടുപേരും കൂടെ ചെയ്തോണ്ടിരുന്നെന്ന് പറയുമ്പോൾ ഊണുപതിയായിരുന്നു അല്ലേ? ഇപ്പൊ ഊണുപതി ഇല്ല. റോഡ് പണി കാരണം പിന്നെ അവിടെ ഇരിക്കാനുള്ള സ്ഥലവും ഇല്ലായിരുന്നു. പണി നടക്കുമല്ലേ, അപ്പൊ പിന്നെ അതുകൊണ്ട് നിർത്തി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നിലവിൽ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇപ്പൊ ഇവിടെ എന്താ പായസം ഉണ്ട്, ബീഫ് കറി ഉണ്ട്, പഴംപൊരി ഉണ്ട്, പിന്നെ ചെറു കടികളുണ്ട്, ചായ ഉണ്ട്, കുലുക്കി സർവത്തുണ്ട്. അപ്പൊ എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തുകൊണ്ട് ഒരു കടയൊക്കെ അങ്ങ് തുടങ്ങി. ഒരു വണ്ടിക്കടയാണ് കേട്ടോ. ചെറിയ വണ്ടിക്കകത്തുള്ള കച്ചവടമാണ്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര മണിയാകുമ്പോ ഇപ്പം വന്ന് കട തുറക്കും? 9:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്യുന്നത്. എല്ലാം ഇവിടെ വന്നാ ചെയ്യുന്നത്? അന്ന് വീട്ടിൽ നിന്ന് അമ്മയായിരുന്നു ഇത് നമുക്ക് ചെയ്ത് തന്നോണ്ടിരുന്നത് അല്ലേ? ഇന്നെന്ന് പറയുമ്പോ രണ്ടുപേരും ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കച്ചവടം ഇവിടെ തുടങ്ങിയതിനു ശേഷം? ഇപ്പം കുഴപ്പമില്ല. ഇപ്പൊ പായസത്തിന്റെ ഒക്കെ ബോർഡ് കണ്ട് ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഈ കടയിലോട്ട് ഇപ്പം മാറിയിട്ട് എത്ര നാളായി? 2 മാസമായി. 2 മാസമായി. അപ്പൊ അവിടെ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്? അവിടെ റോഡ് പണി നമ്മള് ഡെസ്കും എല്ലാം പിന്നെ എല്ലാം അടുക്കി മാറി പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവര് മാറാൻ പറ്റുമ്പോൾ മാറണമായിരുന്നു. നമ്മുടെ അന്നത്തെ ആ ഒരു വീഡിയോക്ക് ശേഷം ഒരുപാട് പേര് വന്നിട്ട് ഊണും അതിനൊക്കെ നല്ല അഭിപ്രായം പറയായിരുന്നു അല്ലേ? സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ടായിരുന്നു അല്ലേ? ഇനി തുടങ്ങുന്നുണ്ടോ? ഊണിന്റെ പരിപാടി തുടങ്ങുന്നുണ്ടോ? ലോട്ടറി ഉണ്ട്. ഇവിടെ ലോട്ടറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നിലവിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ കട മുന്നോട്ട് പോകുന്നത്. ഈ സൈഡിൽ ലോട്ടറി ഉണ്ട്. അവിടെ എന്തൊക്കെ ഇരിക്കുന്നു കാണിച്ചു തരാമോ? ചേച്ചി ഒന്ന് കാണിച്ചേ. അവിടെ ചെയ്യുന്നുണ്ടല്ലേ? ഇത് ഈ സമയമൊക്കെ ആകുമ്പം ഇവിടെ റെഡിയാവും. മുളക് ബജ്ജിയുണ്ട്, ബ്രെഡ് പൊരിച്ചുണ്ട്, തലയൊന്ന് ചെറുതായിട്ട് തട്ടി. ഇത് ഏത്തക്കാപ്പമാണ് കേട്ടോ. ഏത്തക്കാപ്പവും ബീഫ് കറിയും കൊടുക്കുന്നുണ്ട്. അതിന് എത്ര രൂപയാണ് ഏത്തക്കാപ്പവും ബീഫ് കറിക്കും? 70 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ചേച്ചിമാരുടെ പുതിയ സംരംഭമാണ്. നിങ്ങളെല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാകണം. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഇത് ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ചേച്ചിയുടെ അല്ല മൈക്കിരിക്കുന്നത്, ചേച്ചിയെ സംസാരിക്കണ്ടേ? എവിടെ കറക്റ്റ് വഴി ഒന്ന് പറയാമോ? അപ്പൊ ചേച്ചിമാരുടെ പുതിയ കച്ചവടമാണ്. ഞാനന്ന് ആദ്യ സമയത്ത് വരുമ്പോഴെന്ന് പറയുമ്പോൾ ചെറിയ ഊണുപൊതികളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അന്ന് എത്ര ഊണുപൊതികൾ കൊണ്ടുവരായിരുന്നു? 10 പൊതിയായിട്ട് വന്നു, പിന്നെ വീഡിയോക്ക് ശേഷം 70 പൊതിയായി. അപ്പൊ ഇപ്പൊ 80 പൊതിയോളൊക്കെ പോകുമായിരുന്നു. 80 പൊതിയോളമൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ റോഡിന്റെ പണിയൊക്കെ കരുനാഗപ്പള്ളി നടക്കുകയാണ്. അപ്പം ഇവർക്ക് ഇരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കടയൊക്കെ എടുത്ത് ഇപ്പം മാറിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പം കച്ചവടത്തിനൊരു ചെറിയ പ്രശ്നമുണ്ടല്ലേ? നിലവിൽ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. എല്ലാ പൊരി സാധനങ്ങളും ഏകദേശം ഒരു രാവിലെ തന്നെയൊക്കെ തയ്യാറാവും അല്ലേ? രാവിലെ തന്നെ തയ്യാറാകും. അതുപോലെ ലോട്ടറി ഉണ്ട്. അതുപോലെ ഏത്തക്കാപ്പവും ബീഫ് കറിയും വേണ്ടവർക്ക് അതുമുണ്ട്. അതിന് എത്ര രൂപ ഏത്തക്കാപ്പവും ബീഫ് കറിക്കും? 70 രൂപ. തൊട്ടടുത്തായിട്ട് തന്നെ പായസം ഇരിപ്പുണ്ട്. ഇവരുടെ ഹൈലൈറ്റ് സാധനം എന്ന് പറയുമ്പോൾ പായസമാണ് കേട്ടോ. അടപ്രഥമനാണ്. അതുപോലെ തന്നെ വേറെ ഏത് പായസം ഉണ്ടാവും? ബ്രഹ്മസല്ലി ഉണ്ട്. ചേച്ചി എന്തോ വിഷമത്തിൽ നിൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നന്നായിട്ട് സംസാരിച്ചു ചേച്ചി. ചേച്ചിക്ക് സംസാരിക്കാൻ പറ്റും? എന്തോ പറ്റി? വയ്യാഴി വല്ലതും ഉണ്ടോ? തലവേദനയൊക്കെ ഉണ്ടോ? ഞാൻ കരുനാഗപ്പള്ളിലൊക്കെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. പണ്ടൊക്കെ എന്ന് പറയുമ്പം സ്ഥിരം ഈ റൂട്ടായിരുന്നു. അപ്പം പുതിയ പുതിയ കച്ചവടങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള യാത്ര ചെയ്യാൻ വയ്യ. ഇതിന് എത്ര രൂപയാണ് ഈ പായസത്തിന്? 30. ഒരു ഗ്ലാസ് 30 രൂപ. 30 രൂപ ഇത്ര ഉണ്ട് പായസം. അടിപൊളി. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ ഇനി കൂടുതൽ പായസമൊക്കെ സെറ്റാക്കുമെന്നാണ് ചേച്ചി അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ കച്ചവടത്തെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ഇതുപോലെ കുഞ്ഞു സംരംഭങ്ങളൊക്കെ അല്ലേ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത്. അന്നത്തെ വീഡിയോയും ഇവർക്ക് ശരിക്കും ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു ഇതായിരുന്നു.
അന്ന് ഒരുപാട് ആൾക്കാർ ഇവരുടെ ഊണിനെ കുറിച്ച് അറിയുകയും ഊണ് പൊതി വാങ്ങിക്കാൻ കാറ്ററിംഗ് ഒക്കെ കിട്ടി ഞങ്ങൾക്ക്. കാറ്ററിംഗ് ഒക്കെ കിട്ടിയ സന്തോഷം. അപ്പോൾ ഇനിയും അവർ ഊണ് ചെയ്യും, ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയതിനു ശേഷം വീണ്ടും അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ചേച്ചിമാരുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നില്ല, കാരണം കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ അറിയാമല്ലോ, ചില ആൾക്കാർക്ക് പ്രശ്നമാണ് നമ്പർ കൊടുക്കുന്നത്, അനാവശ്യമായിട്ട് കോളുകൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ എന്തായാലും ഇവരുടെ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടാ, സ്ഥലം കരുനാഗപ്പള്ളിയിലാണ്. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യും.